മെഡിക്കൽ ഫീൽഡ് പറയുമ്പോ ലീഗൽ ഫീൽഡില് എപ്പോഴും കേൾക്കുന്ന പഴിയാണ് ജഡ്ജിമാര് പാർഷ്യലായിട്ട് പെരുമാറുന്നു, ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആളും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാമെങ്കിൽ നമ്മുടെ ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് കേസുകൾ അല്ലെങ്കിൽ ചെക്ക് കേസുകൾ കെട്ടിക്കെടുക്കുന്ന ന്യൂമറിക്കലായി ബന്ധപ്പെട്ട പേപ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു AI ജുഡീഷ്യൽ ഫോറത്തിന്റെ ഒരു എക്സ്ട്രാ ബെഞ്ച് വരുന്ന കാലം അതിവിദൂരമല്ല. സാറേ, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വന്നത് വാസ്തവത്തിൽ ഈ AI എന്ന് പറയുന്നത് ചൈന ഉണ്ട്, US ഉണ്ട്, ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങളുണ്ട്. നമുക്കൊരു കമ്പാരിഷൻ നടത്തുമ്പോൾ AI പ്രയോഗം, അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ആ സർപ്ലസ് വാല്യൂവിനെ അവൻ്റെ ലാഭമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതേസമയം അധികമായി ഉണ്ടാകുന്ന ഈ സമ്പത്തിനെ കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനും കൂലി കൊടുക്കാനും ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രയോഗമുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി വ്യത്യാസമുണ്ട്. അത് അങ്ങയുടെ ഒരു ലീഡർ എന്നുള്ള നിലയിലുള്ള ഒരു സങ്കല്പമല്ലേ? അതിന്റെ കണക്കുകളുണ്ട്. ഞാൻ ഒരു 25 വർഷമായിട്ട് ഒരു ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ 4 പേരെ വെച്ച് നടത്തുമായിരുന്നു. അപ്പൊ അത് ഇപ്പൊ AI പ്രൊഡക്ഷനിലേക്ക് വന്നതിന് ശേഷം 18 പേർക്കാണ് ഞാൻ ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കൂടിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ MCA ഡിഗ്രി ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളെല്ലാം അടുത്ത രാജ്യത്തേക്ക് ചാടാനാണ് സാധാരണ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. 2022 ശേഷം അത് കുറഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള ടെക്നോളജി പഠിച്ച് ഇവിടെ തന്നെ കൂടാനായിട്ട് കൂടിക്കഴിഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ നേട്ടമാണ്. ജോലി പോകുന്നതിനേക്കാൾ കൂടുതൽ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്ന പോക്ക് നിർത്തുകയും കൂടെ നമ്മുടെ AI മുഖാന്തരം നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയുധം നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഈ നമ്മുടെ രാജ്യത്തെയാണ്. അത് ഈ AI കൊണ്ട് മാത്രം ഉണ്ടാക്കിയ നേട്ടമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജോലി ഒരിക്കലും അത് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ജോലി കൊടുക്കാൻ AI ബാധ്യസ്ഥനാകുന്നുണ്ട്. എയുടെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പോ എല്ലായിടത്തിലും ഒരു ഗുഡ് ഗൈ ആൻഡ് ബാഡ് ഗൈ ഉണ്ടാവും. അപ്പോൾ എയിലും അങ്ങനെ ഉണ്ട്. ഇപ്പോൾ എ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, ടെസ്റ്റിംഗ് ഡാറ്റ, ട്രെയിനിങ് ഡാറ്റ, അതിൻ്റെ പോലെ അത് ജോലി ചെയ്യും, സാർ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയാണ് അത് ഇതുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റായിട്ട് പഠിപ്പിച്ചെങ്കിൽ തെറ്റായിട്ട് ചെയ്യും. അതാണ് ബയസ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു പേടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്, ആന്ത്രോപിക് AI പറഞ്ഞിട്ട് മൈത്തോസ്. അപ്പോൾ അത് വൾനറബിലിറ്റീസൊക്കെ ഈ കമ്പ്യൂട്ടേഴ്സിലെ സിസ്റ്റംസിലൊക്കെ എന്തൊക്കെ തെറ്റുണ്ട് പറഞ്ഞിട്ട് ഇൻ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോൾ അത് നാളെ ഈ അഡ്വേഴ്സറീസ്, മറ്റേ വേണ്ടാത്ത ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ എക്സ്പ്ലോയിറ്റ് സോ മെനി തിങ്സ്. ആ പേടി വന്നിട്ടുണ്ട്. അതാണ് US ഇപ്പോൾ ഗ്ലാസ് വിങ് പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയിട്ട് 50 കമ്പനീസിന് ഇവർ ഈ കൊടുത്തിട്ടുണ്ട് ഈ മൈത്തോസിൻ്റെ ക്ലൗഡിൻ്റെ AI. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഒരു പെരിയ ദിസ് ഈസ് എ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് ഹാങ്ങിങ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.